ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് 26-ാം തീയതിയാണ് ജനുവരി. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് 7 മണിയായില്ല, 6:51. 9 മിനിറ്റ് കാര്യമൊന്നുമില്ല. കൃത്യമായി പറഞ്ഞാൽ, സത്യമായി പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് 7 മണിയായിട്ടുണ്ടെന്ന് പറയുന്നത് 6:51. ഓക്കെ, എന്നാ 6:51 30 സെക്കൻഡ്. ഓക്കെ. എങ്ങോട്ടാ പോകുന്നേ? ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ പാർക്കിങ്ങിലാണ് നിൽക്കുന്നത്. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടില്ല. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഫോണൊക്കെ റെഡിയാക്കി തന്ന കേസ്, പക്ഷെ ചാർജിന് ഇട്ടിടാൻ മറന്നുപോയി. എന്താണ് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ എന്നെ കണക്കാവും. എനിക്ക് ഇച്ചിരി ഉത്തരവാദിത്തം കുറവാണ്. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ പാർക്കിങ്ങിൽ നിന്ന് വെളിയിറങ്ങിയിട്ട് നേരെ ദുബായ് ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാം. അവിടെ ഒരാളുണ്ട് ഗൈസ്, രാത്രി ആയതുകൊണ്ട്. ഒന്ന് കൈവക്കൂ മമ്മോ, ചിരിച്ചാലും മതി. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലാണ്. വലിയ ട്രാഫിക് നമുക്ക് നമ്മൾ പോകുന്ന റൂട്ടിലില്ലെങ്കിലും ഓപ്പോസിറ്റ് റൂട്ടിൽ നല്ല ഹെവി ട്രാഫിക് തന്നെയാണ്. ഇവിടെ നിന്ന് എത്താൻ ഒരുപാട് സമയം. നമ്മളിപ്പോൾ എയർപോർട്ടിന്റെ അടുത്താണ് കേട്ടോ, ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ആർക്കും വേണ്ടാത്ത പോലെ കുറേ ഫ്ലൈറ്റുകൾ അവിടെ ഇവിടെയൊക്കെ അടുക്കി ഒതുക്കി പറക്കിയിട്ടിട്ടുണ്ട്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റും അങ്ങനെ ഏതൊക്കെയോ ഫ്ലൈറ്റ്. അടുത്ത ഫ്ലൈറ്റ് ഇത് അവിടെ നിന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. വരുന്നത് ഏതോ ഒരു ഫ്ലൈറ്റാണ് ഗൈസ്. നമ്മുടെ സ്വന്തം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. പാലത്തിന്റെ മോളിൽ മിസ്സായി പോയി. ഇല്ല കിട്ടി. കിട്ടി ഇതാ പോന്നു. എവിടെ പോയി? ഗൈസ്, അപ്പൊ നമ്മൾ വേണ്ട ഗ്ലോബൽ വില്ലേജിന്റെ എൻട്രി എത്താറായിട്ടുണ്ട്. വേണ്ട ഗ്ലോബൽ വില്ലേജിന്റെ ഒരു ബോർഡ് നമ്മൾ കാണുന്നുണ്ട്. 650 മീറ്ററും കൂടെ, എക്സിറ്റ് 37. അപ്പൊ നമ്മൾ ഗ്ലോബൽ വില്ലേജിന്റെ എൻട്രി എത്താറായി. അപ്പം വലിയ ട്രാഫിക് ഒന്നും ഇല്ല, നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി. ഏകദേശം 7:29 ആയിട്ടുണ്ട് കേസ്. 7:30 എന്ന് പറഞ്ഞാൽ പറയാം, 1 മിനിറ്റ് കൂടെ ലേറ്റ്. എന്തിനു? അപ്പോൾ നമ്മൾ എൻട്രി എത്താറായെന്ന് പറയുന്നില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എവിടെ എൻട്രി? ഓക്കെ ഗൈസ്, സോറി ഇപ്പോൾ വണ്ടി പിടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ വില്ലേജിൽ ഇതിൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ സംഭവമൊക്കെയാണ് ഗ്ലോബൽ വില്ലേജ്. ഇത് കണക്ക് എത്രയോ രാജ്യങ്ങളുടെ പവലിയനുണ്ടെന്നോ എന്തൊക്കെയാണ് എന്നോട് തള്ളി വെച്ചിരിക്കുന്നത്. നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് ഗ്ലോബൽ വില്ലേജിൻ്റെ അതേണ്ട മെയിൻ എൻട്രിയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. നടക്കുന്നതിൽ നമ്മൾ ചെറിയൊരു ട്രാഫിക്കിൽ പെട്ടിവിടെ നിൽക്കുകയാണ്. ഈ വണ്ടി ഇത്രയും പോയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് പോയത്. ചോപ്പകത്തിൽ നമ്മളിവിടെ എത്തി. പാർട്ടീസിൻ്റെ ഇതര പാതാളം എന്ന് പറയുന്നത് പോലെയാണല്ലോ ഗൈസ്, പക്ഷേ ഇതൊരു പാതാളമായി മാറാതിരിക്കട്ടെ. ഈ വണ്ടി ഇത്രയും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി അപ്പം ഇറങ്ങാൻ പറ്റും. സെക്യൂരിറ്റി ആകുമ്പോൾ ഇടില്ല. ഓക്കെ ഗൈസ്, നമുക്കുള്ള വലിയായി ആരായിരിക്കും ഈ പച്ചയും ചോമ്പ് കത്തിക്കും? അതാണ് എൻ്റെ ചോദ്യം. ആർക്കും അറിയില്ല. സെക്യൂരിറ്റി ചേട്ടൻ
ഓക്കെ ഗൈസ്, നമ്മൾ ഈ എൻട്രിയിൽ എത്തിയെങ്കിലും ഇപ്പം എൻ്റെ കൂടെ എൻ്റെ മമ്മി മാത്രമേ ഉള്ളൂ. എൻ്റെ പപ്പാജിയെ കാണാനില്ലെങ്കിൽ ഗൈസ്, എൻ്റെ പപ്പാജി പുറകിലുണ്ട്. കാര്യമാക്കണ്ട, പിറകിലുണ്ട്. എന്തുവാ വർണ്ണശോഭമായിട്ടില്ലേ? നീ കുറെ നേടുന്നുണ്ടല്ലോടാ. അല്ല, ഇതിൽ നിന്നേ ഇവിടെ എത്ര ടിക്കറ്റ് ചാർജ് എന്നുള്ള എല്ലാ കാര്യവും നമുക്ക് അവിടെ പോയി നോക്കാം ഗൈസ്. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് അവിടം വരെ ഒന്ന് എത്തിക്കോട്ടെ. ഗീലി രാത്രിയാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്, കാരണം ഈ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ രാത്രിയാണ് നല്ല തിരക്ക്. അതായത് പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ ഇവിടെ നല്ല തിരക്കുണ്ടെന്നാണ് കേസ്. അതാണ് ഞാനിപ്പോൾ ഇത്രയും നേരം കൊണ്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അതെ, ടിക്കറ്റ് കൗണ്ടറിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് ടിക്കറ്റ് പാർക്കിങ്ങിൻ്റെ അടുത്താണ്. ടിക്കറ്റ് പാർക്കിംഗ് അല്ല, ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്താണ്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് വീക്ക് ഡേ ടിക്കറ്റ് 25 ദിർഹംസും എനി ഡേ ടിക്കറ്റ് 30 ദിർഹംസ്. സിസ്റ്റം എനിക്ക് മനസ്സിലായില്ല, എന്ത് സംഭവം ഉദ്ദേശിച്ച്? സൺഡേ ടു തേഴ്സ്ഡേ 25 ദിർഹംസ്. ഓക്കെ, ബാക്കി ഏത് ദിവസമാണല്ലേ 30 ദിർഹംസും. സിസ്റ്റം അതെന്തോ സിസ്റ്റമാണ് കേസ്, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്ന് 30 ദിർഹംസ് തന്നെയാണല്ലേ അല്ലേ? അപ്പോൾ ഇന്ന് ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 30 ദിർഹംസ് ആണ്. ഓക്കെ, വീഡിയോ നമുക്ക് ക്ലോസ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 3 ടിക്കറ്റ് ഉണ്ട് ഗൈസ്, 3 ടിക്കറ്റ്, 3 പേർക്കും 3 ടിക്കറ്റ്. പക്ഷെ പ്രശ്നം, ഈ 3ാമത്തെ ടിക്കറ്റിൽ കയറേണ്ട ആളെവിടെ? എവിടെ? കണ്ട് ഗൈസ്, കണ്ട് ക്യാമറ കണ്ടപ്പം 3ാമത്തെ ടിക്കറ്റ് കിട്ടി. എനിക്കുള്ള ടിക്കറ്റ് നമ്മളെ നാട്ടിലുണ്ട് ഗൈസ്, കുറേ സംഭവങ്ങളിൽ കയറാൻ ടിക്കറ്റ് എന്തെന്നാണോ എത്തും. ബ്യൂട്ടിഫുൾ. എനി ഡേ ജനറൽ അഡ്മിഷൻ 30 ദിർഹംസ്. ഈ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഈ ടിക്കറ്റ് ഇനി വേണോ? ഞാൻ വെച്ചോ, തരൂല. ഹൗ ക്യാൻ വി മേക്ക് യു ഹാപ്പി? നമ്മളപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിൻ എൻട്രി കടന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, വന്ന സ്ഥിതിക്ക് നമ്മുടെ മെയിൻ പരിപാടിയാണ്, മലയാളികളുടെ സ്വന്തം പരിപാടിയായ എവിടെ വന്നാലും ആദ്യം മൂത്രപ്പുര എവിടെ തപ്പുക എന്ന പരിപാടിയിലേക്കാണ്. അപ്പം ആദ്യമേ നമ്മൾ 20 പോയി സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതല്ല. അപ്പോൾ നമ്മൾ ആദ്യമേ 20ലേക്ക് പോവാം. ഓക്കെ, ഏതോ ഒരു വലിയ ആൾ ഇവിടെ ഇരിപ്പുണ്ട്. ആരാന്ന് വെച്ചാൽ നമുക്കറിയില്ല. ബാസ്കിൻ റോബിൻസ്. നല്ല തിരക്കുണ്ട് കേട്ടോ. എന്ത് തുർക്കി? ഇത് തുർക്കിയുടെ സ്വന്തം സ്ഥലം. പെർഫ്യൂംസ്. ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നത് വല്ലതും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എണ്ണാക്ക് ഓർമ്മ നല്ലൊരു വലിയ അവസ്ഥയാണ് കേസ്. ഇൻസ്റ്റഗ്രാം റീൽസിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള തുർക്കിഷ് ഐസ്ക്രീം കേസ്. കളിപ്പിക്കാനുള്ള സമയമില്ലെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ചുമ്മാ ഒന്ന് പോയി വായി നോക്കി നിൽക്കാം കേസ്. आइसक्रीम
നമുക്ക് വീഡിയോ മാത്രം മതി, നമുക്ക് ഐസ്ക്രീമിൻ്റെ ആവശ്യമില്ല. ഓക്കെ ഗൈസ്, അപ്പം പറ്റിക്കൽ ഐസ്ക്രീം പരിപാടി കഴിഞ്ഞ് നമ്മളുടെ ബാക്കി ഇറങ്ങി നടക്കുകയാണ്. ഏതാ? പാകിസ്ഥാൻ. നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള ടൈപ്പിൻ്റെ നിലയിൽ നമ്മൾ പാകിസ്ഥാനിലേക്ക് കയറുകയാണ്. കയറുന്നില്ല, നമുക്ക് വായി നോക്കി പോകാം ഗൈസ്. ഇതാണ് പാകിസ്ഥാൻ. ലഖാനി ലെതർ ഷുജാദി. ഓ, ഇവിടെ മൊത്തം തുണിയാണല്ലോ. ഫുൾ ഡ്രസ്സിങ് മെറ്റീരിയൽസ് ഉണ്ട്. പേഴ്സ്, ബാഗ് വിൽക്കാനുള്ള ഒരാളാണ്. ബെൽറ്റ്, കോട്ട്, ജാക്കറ്റ്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. മാർബിളാണ്, സോറി, നമുക്ക് താജ്മഹലിൻ്റെ മാർബിൾ അറിയൂ. നഷ് ഹോട്ട് ചിക്കൻ. ഓക്കെ ഗൈസ്, ദൂരെ നമ്മൾ ചെറിയടെ കാണുന്നുണ്ട്. നമുക്ക് എല്ലാ രാജ്യത്തിലും കയറണം. വിസ ഇല്ലാതെ എല്ലാ രാജ്യത്തിലും കയറാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ് ഗ്ലോബൽ വില്ലേജ്. വിസ ഇല്ലാതെ ഏത് രാജ്യത്തോടും പോകണമെങ്കിൽ ഗ്ലോബൽ വില്ലേജ് വന്നാൽ മതി. എത്ര രാജ്യങ്ങളിലാണ് കയറി? എക്സ്പോ എന്നാൽ പിന്നെ ഏതാ രാജ്യം? ഇതാണ് ഗൈസ് പാകിസ്ഥാൻ. സോറി, പാകിസ്ഥാൻ്റെ മറ്റൊരു എക്സിറ്റ് ആയിരുന്നത്. ഇനി അടുത്ത നമ്മൾ കയറാൻ പോകുന്നത് കമ്മ്യൂണിറ്റിന്ന് മാത്രമേ കണ്ടോളൂ ഗൈസ്. ബാക്കി തപ്പട്ടെ. തുടക്കം പറഞ്ഞാൽ തന്നെ എനിക്കിപ്പോഴും പറയാനുള്ള, നടക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറുക, ഇല്ലെങ്കിൽ ഊപ്പാട് വരും. യെസ്, ദുബായിൽ വന്ന് നമ്മൾ UAE ആണ് അടുത്തതായിട്ട് കയറാൻ പോകുന്നത്. UAE നോക്കാം ഗൈസ്, UAEയുടെ എന്താണ്. UAE കണ്ടപ്പോൾ അവർ മുഖം തിരിച്ചു പോവുകയാണ്. എന്ത് മനസ്സിലാകുന്നില്ല. UAE ഓക്കെ. ഈ സാധനത്തിൻ്റെ പേരെന്തിനായിരുന്നു? അതല്ലേ, ആ, മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. ആ, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. UAE എന്താ നമ്മൾ UAE കയറാത്ത? ഞാനോടുണ്ട്. വാ, എന്ത് സംഭവം? സ്മോക്കിംഗ് ഏരിയ. ആഹാ, അത്യാവശ്യം ഇഷ്ടപ്പെടുമല്ലോ. ചിൽഡ്രൻസ് ആർ നോട്ട് അലൗഡ്. ചിൽഡ്രൻസ് അല്ല, ചിൽഡ്രൻ. ഇവിടെ നാടകമാണെന്ന് തോന്നുന്നു ഗൈസ്. അതോ കഥാപ്രസംഗമാണോ എനിക്കറിയില്ല. എന്തായാലും എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. കുട്ടികളുടെ നാടകമാണ്. അതെ ഗൈസ്, സ്മോക്കിംഗ് ഏരിയ എന്ന് കണ്ടുടനെ അവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാനാണ്.
ഈ ജാപ്പനീസ് എല്ലാ രാജ്യക്കാരുടെയും ഉണ്ട് കേട്ടോ. സിറിയ, ആഫ്രിക്ക. നടന്നൂപ്പാട് വരുന്നുണ്ടെങ്കിലും നമ്മളതൊന്നും പുറത്ത് കാണിക്കാനേ പാടില്ല. UAE-യിലേക്കൊന്ന് കയറിയിട്ട് വരാം. ഇനി UAE-യിൽ വന്നിട്ട് UAE കയറിയില്ല എന്ന് പറയുന്നത് വളരെ മോശം പരിപാടിയല്ലേ. സോ ഗൈസ്, വി ആർ എൻട്രിങ് ഇൻ ദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പക്ഷേ ഇപ്പോൾ വണ്ടി ഇടിച്ചാൽ പുകച്ച് തള്ളുകയാണ് ഗൈസ്. സിഗരറ്റ് അല്ല, ഇത് ഊത് പുകയ്ക്കുകയാണ്. This is Abaya Works. ഇതിൻ്റെ അകത്തെ സാധനങ്ങൾക്കൊക്കെ വളരെ വിലക്കുറവായതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ജസ്റ്റ് വായി നോക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ക്വാളിറ്റി നമുക്കറിയാം ഇതിൻ്റെയൊക്കെ വില. നമ്മൾ ഇവിടെ എത്തുമ്പോൾ പക്ക മലയാളീസാണ്. മാക്സിമം വില പേശണം ഗൈസ്. അതെ ഗൈസ്, UAE-യിൽ ഫുള്ള് ഡ്രസ്സും ബൂതും കാര്യങ്ങളൊക്കെയാണ്. എന്താണ് അവിടുത്തെ ആശയം എന്ന് നമുക്ക് മനസ്സിലായി. സ്മോക്കിംഗ് ഏരിയയിൽ നിന്നും എൻ്റെ പിതാവ് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതെ ഗൈസ്, അവരവിടെ നിൽക്കുകയാണ്. ഇനി അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരെന്നെയും പിക്ക് ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും പോകാം ഗൈസ്. കൊറിയൻ കാലിഗ്രഫി. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നമ്മുടെ പടം വരച്ചിരുന്ന പരിപാടിയുണ്ട് ഗൈസ്. സിംഗിൾ ആളുടെ പടം കളറടിക്കാതെ ആണെങ്കിൽ നമുക്ക് 60 ദിർഹംസിന് വരച്ചു. അതേ കേസ് പെട്ടെന്ന് മുകളിലേക്ക് സമുറായി ഐറ്റവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ വരൊക്കെ ഇവിടെ തന്നെ കണ്ടിന്യൂസ് പ്രോഗ്രസ് ആകുന്നുണ്ട്. Hey boy, make 'em whistle like a missile.
hands together and show your appreciation. ഒടുവിൽ നമ്മൾ ഇന്ത്യയെ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യയെ കണ്ടെത്തുക അതാരുടെയായിരുന്നു? നെഹ്റു. പക്ഷേ ഇതല്ല കേട്ടോ, ഇത് ഗ്ലോബൽ വില്ലേജിൽ നമ്മൾ ഇന്ത്യയെ കണ്ടെത്തിയതാണ്. നല്ല കൊത്തുപണിയൊക്കെ ചെയ്ത് പൊളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ ഗൈസ്, ഇന്ത്യ ഇവിടെയും മുന്നേറുകയാണ് എന്നൊന്നും ഞാൻ പറയൂല, കാരണം ഞാൻ എൻ്റെ അടുത്ത് എത്തിയതേ ഉള്ളൂ. നമുക്കതിൽ ചെന്നിട്ട് നോക്കാം അത് എങ്ങനെയുണ്ടെന്ന്. എൻ്റെ കേസ് ഇവിടെ പലസ്തീനുണ്ട്, ലെബനൻ, ഖത്തർ, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. മിനി വേൾഡ്. ഏത് മിനി? ഇന്ത്യ. ഇന്ത്യയിലേക്ക് കയറിയാൽ എന്തായിരിക്കും ഉള്ളത് അതറിയാൻ നമുക്ക് കയറി നോക്കാം. അപ്പോൾ നമുക്ക് കയറാം. ഇന്ത്യയിലേക്ക് കയറുകയാണ്. ഇവിടെയും തുണിയൊക്കെ തന്നെ. ഇതാണ് കുഴപ്പം, ഏത് രാജ്യത്തു നിന്നാലും തുണിയല്ല. 5 ദിർഹംസ് 2 പീസ്. അവിടെ കിടക്കട്ടെ. ലക്ഷറി ഗാർമെൻറ്റ്സ്. മഴയൊന്നുമില്ലല്ലോ സച്ചി. ലുലുവത്ത് കശ്മീർ, ഹൈദരാബാദ് ഫാഷൻ ജ്വല്ലറി. ഡ്യൂപ്ലിക്കേറ്റ് സാധനം. 5 ദിർഹംസ്. വന്നിട്ട് ആദ്യമായിട്ട് 5 ദിർഹംസിന്റെ സാധനം കാണുന്നു. 5 ദിർഹംസിന് സാധനം 2 ദിർഹംസിൻ്റെയൊക്കെ സാധനം കാണണമെങ്കിൽ കറക്റ്റായിട്ട് ഇന്ത്യൻ പവലിയനാണ്. അതെ ഗൈസ്, ഇന്ത്യയിൽ വന്നിട്ടാണ് കുറച്ച് വില കുറഞ്ഞ സാധനങ്ങൾ കാണാൻ പറ്റിയത്. മുംബൈ സ്പൈസസ് ഫാഷൻ ജ്വല്ലറി ആണെന്ന് തോന്നുന്നു. സ്പൈസസ്, ഇന്ത്യയിലെ സ്പൈസസ്. ഫിഷ് മസാലയുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. $10 ഓരോ സ്ഥലത്തോട്ട് കയറിയപ്പോൾ അവിടെ പോയത് $50 ആണ് ഓരോ സാധനം. ഇന്ത്യയിൽ മാത്രം വില കുറവ്. ആസ് ബിക്കോസ് ലോക്കൽ സാധനങ്ങളാണ്. ഇതൊക്കെയാണ് മെയിൻ ഇന്ത്യ. എക്സിറ്റ്. ഒരു ഭക്തിഗാനം ഇടാൻ ഇവിടെ ആരുമില്ലേ? കണാര, ഒരു ഭക്തിഗാനം അങ്ങട്. കണ്ട ബലാത്സംഗ കേസിൽ പ്രതിനെയൊക്കെ പിടിച്ച് വീട്ടുവേലക്കാരനാക്കിയാൽ അവൻ ഈ പാട്ടല്ലാതെ വേറെ ഏത് പാട്ടിടാനാ? ഉരുട്ടിക്കൊന്നതും തേങ്ങക്കിടിച്ചതുമായി എത്രയോ കേസുകളുള്ള തറവാടായിരുന്നു ഇത്. ഇപ്പോൾ കേസിന് പകരം കേസുകെട്ടുകൾ മാത്രം. കേസുകെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ എന്റെ ഭാര്യ ബസുമതിയെ ഓർത്തത്. ബസുമതി, ബസുമതി, എടി ബസുമതിയെ. നമ്മൾ കുറേ രാജ്യങ്ങൾ കണ്ട്, ഇനിയും കുറച്ചുകൂടെ രാജ്യങ്ങൾ കാണാൻ കിടപ്പുണ്ട്. നടക്കാൻ വയ്യാത്തതിൻ്റെ പേരിൽ മാത്രം നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങുകയാണ്. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് കണ്ട് പകുതി കൂടുതൽ കണ്ടു. ഇനിയും കുറേ ഉണ്ടോ കാണാൻ? അതെ, ഇനി എന്തൊക്കെയോ ഉണ്ട് കേസ് കാണാൻ വയ്യ, താല്പര്യമില്ല. ഇത് മടുത്ത്. കാണാനാണ് ഇനിയും കുറേ ഉണ്ട്, പക്ഷെ നമുക്ക് വയ്യ, ക്ഷീണിച്ച്. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പുറത്ത്. ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് ഏതോ ഒരു ഗുദാമിലാണ്. അവിടെ പോയി കണ്ടുപിടിച്ച് എടുത്ത് ഇവിടുത്തെ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് നേരെ നമുക്ക് ഷാർജയ്ക്ക് പോകണം. നമ്മുടെ സ്വന്തം റൂമിലേക്ക് പോകണം. അതാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പം ഇവിടെ നിന്ന് ഇനി വെളിയിറങ്ങാം. ഓക്കെ, ദിസ് ഈസ് ഗ്ലോബൽ വില്ലേജ്. ബാങ്. ഓക്കെ ഗൈസ്, ഒടുവിൽ നമ്മൾ 10-20 മിനിറ്റത്തെ നടത്തത്തിനും തിരച്ചിലിന് ശേഷം നമ്മുടെ വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ ഫോൺ അതെ അതെ, എൻ്റെ കയ്യിലാണ്. ഓക്കെ, പാർക്കിംഗ് കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇവിടെ നിന്ന് മുങ്ങി നേരെ റൂമിലേക്ക്. ഓക്കെ, അപ്പോൾ ഇനി റൂമിൽ ചെന്നിട്ട് കാണാം. എല്ലാം കാണാം. സമയം 11:30 ആയിട്ടുണ്ട്. പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. ക്യാരം ബോർഡ് റെഡി ആയിട്ടിരിപ്പുണ്ട്, എടുത്തു വെച്ച് കളിച്ചാൽ മതി. അപ്പം മറ്റൊരു ട്രാവൽ വ്ലോഗുമായിട്ട് എപ്പോഴെങ്കിലും വരാം. അല്ല പറയണ്ട. ഓക്കെ ഗൈസ്, ബൈ.